ഹലോ ഗൈസ്, സൂരജ് ഓൺ ദ ലൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഞാൻ 2-3 ഡേയ്സിന് മുമ്പ് ഒരു ബാഗ് മേടിച്ചായിരുന്നു. അപ്പോൾ ഒരു ബാക്ക് പാക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ആ ബാഗിനെ കുറിച്ചുള്ള ഒരു റിവീലിംഗ് വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബാഗ് ഞാൻ മേടിച്ചു കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 80 യൂറോ ആയിട്ടുണ്ട് നമുക്കിത് പർച്ചേസ് ചെയ്ത് കിട്ടിയപ്പോൾ. നാട്ടിലത്തെ 8,000 റുപ്പീസാണ്. നല്ല ഒരു ക്വാളിറ്റി ബാഗാണ്. നമുക്ക് കംഫർട്ടായിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചത്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ക്രോക്സിൽ നിന്ന് ഒരു ബാഗ് മേടിക്കുക എന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ മേടിച്ച ബാക്ക് പാക്ക്. ക്രോക്സിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കൂടുതലും ഡെയിലി യൂസ് അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് അടുത്ത് നോക്കാം. ഇത് ക്രോക്സിൻ്റെ ബാക്ക് പാക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഷൂയിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ മെറ്റീരിയൽ കൊണ്ടാണ് അവർ ഈ ബാക്ക് പാക്കും മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ക്രോസ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കിൾസ് വെച്ചാണ് അവർ ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 935 to 950 ഗ്രാംസ് മാത്രമാണ് ഈ ബാഗിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് സ്പേസ് കുറച്ച് കൂടുതലാണ്. മൊത്തം ഇതിന് 3 കമ്പാർട്ട്മെൻ്റാണ് ഉള്ളത്. ഇതാണ് ഇത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ് നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു മൂന്നാമത്തെ ചെറിയ ഒരു കമ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ഒരു പൗച്ച് പോലത്തെ ഇതും കൂടി ഉണ്ട്. 2 സൈഡ് പൗച്ച് കൂടിയുണ്ട്. വാട്ടർ ബോട്ടിലും അല്ലെങ്കിൽ വല്ല അംബ്രല്ലയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി 2 സൈഡ് പൗച്ചും ഉണ്ട്. പിന്നെ ക്രോക്സിൻ്റെ നെയിം അവരുടെ എല്ലായിടത്തും അവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ലോഗോ. പിന്നെ ഇതിൻ്റെ താഴെയും ക്രോക്സ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. നമുക്കിതിൽ ലാപ്ടോപ്പ് വരെ ഇത് വെച്ചുകൊണ്ട് പോവാം. ലാപ്ടോപ്പ് വരെ ഇത് നല്ല കംഫർട്ടായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഈ ക്രോക്സിലെ ഈ ഹോൾസ് ഉണ്ടല്ലോ, ഇവിടെയെല്ലാം നമുക്ക് ജിഗിൾസ് വെച്ച് കുറച്ചും കൂടി യുണീക്ക് ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഹോസ്പിറ്റൽ യൂസിന് വേണ്ടിയാണ് ഞാൻ ബാഗ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തീമാണ് ഞാൻ ഈ ജിഗിൾസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ജിഗിൾസും കൂടി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. സോ നമ്മളെ ബാഗ് നമുക്ക് ഇതുപോലെ ഏത് വെറൈറ്റി ജിബിൾസ് വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. സോ ഞാൻ സെലക്ട് ചെയ്ത തീം ഹോസ്പിറ്റൽ തീമാണ്, കാരണം എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തീംസ് എല്ലാം നമുക്ക് ക്രോക്സിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. വെറൈറ്റി ജിബിൾസ് അവിടെ അവൈലബിൾ ആണ്. ഞാൻ സെലക്ട് ചെയ്ത ബാഗിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് മാൾട്ടയിൽ 3 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, പിന്നെ പൗഡർ പിങ്ക്. ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ പോയത് ഡ്രീംസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്ലൂ കളറുള്ള ഒരു ബാഗ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മെറ്റ്യോർ എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് ഗ്രേ കളറും അവൈലബിൾ ആണ് ക്രോക്സിന്. സോ ഈ 2 കളറുമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ. പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ബ്ലാക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആർക്കെങ്കിലും മെറ്റ്യോറോ അല്ലെങ്കിൽ ഡ്രീംസ്കേപ്പ് എന്ന കളർ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടിൽ ദെൻ, ബൈ ഫ്രം സൂരജ്.